ഞങ്ങളുടെ ഈ അർമാദിക്കലിൻ്റെ പിന്നിലുള്ള കഥ പറഞ്ഞു തരട്ടെ ഇന്ന്. അപ്പോൾ ഞങ്ങളെല്ലാവരും കുറേ ആയിട്ട് പ്ലാൻ ചെയ്യുന്നുണ്ടായിരുന്നു. എല്ലാവർക്കും കൂടി ഒരുമിച്ചൊന്ന് കൂടണം, ഫുഡൊക്കെ ഉണ്ടാക്കണം, അങ്ങനെയൊക്കെയുള്ള പരിപാടികൾ ഞങ്ങൾക്ക് പ്ലാനിങ്ങിലുണ്ടായിരുന്നു. അപ്പോൾ അതിനാണ് നമ്മൾ ഈ ചട്ടിയും കലമൊക്കെ ആയിട്ട് പോകുന്നത്. അപ്പോൾ നമ്മൾ നേരെ ആദ്യം പോയത് കോൾസിലോട്ടാണ്. കാരണം നമുക്ക് സാധനങ്ങളൊക്കെ വാങ്ങണമല്ലോ. അപ്പോൾ അവിടെയാണ് എല്ലാവരും കൂടെ ഒത്തുകൂടാനായിട്ട് തീരുമാനിച്ചത്. അപ്പോൾ എല്ലാവരും കറക്റ്റ് സമയം അവിടെ എത്തിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ നേരെ കോൾസിൻ്റെ അകത്തോട്ട് കയറി. അപ്പോൾ നമ്മൾ കുറച്ച് നോൺ വെജ് ഐറ്റംസ് ഒക്കെ എടുക്കുന്നുണ്ടായിരുന്നു. കാരണം നമ്മൾ കപ്പയും ബീഫും കൂടെ ആക്കാൻ വേണ്ടിയിട്ടായിരുന്നു പ്ലാൻ ഇട്ടിരുന്നത്. അപ്പം ബീഫൊക്കെ വാങ്ങി, അങ്ങനെയുള്ള സാധനങ്ങൾ, പിന്നെ കപ്പയും കാര്യങ്ങളൊക്കെ വാങ്ങി. അപ്പോഴാണ് സൂസന് നോമ്പാന്ന് പറഞ്ഞത്. അപ്പോൾ അവൾക്ക് വേണ്ടിയിട്ട് നമ്മൾ ടൗൺസിൽ ദോശയിൽ പോയിട്ടൊരു വെജ് കോർമയും കൂടെ വാങ്ങി കേട്ടോ. എന്നിട്ട് നമ്മൾ ഈ കൂരിട്ടിട്ട് പോകുന്നത് നമ്മുടെ ഡോണ മേരിയുടെ വീട്ടിലോട്ടാണ്. അപ്പോൾ നമ്മളിതേ വൈകുന്നേരം ഒരു 7:30-8 മണി ആ സമയമായപ്പോഴത്തേനും ഡോണയുടെ വീട്ടിലെത്തി കേട്ടോ. അപ്പോൾ അകത്ത് കയറി നമ്മൾ പതുക്കെ പരിപാടികൾ സ്റ്റാർട്ട് ചെയ്യുവാണ്. നമുക്ക് ഭക്ഷണം ഉണ്ടാക്കണമല്ലോ, അതാണല്ലോ മെയിൻ. അതിന് വേണ്ടിയിട്ട് എല്ലാവരും വർത്താനം പറച്ചിലും കഥ പറച്ചിലും ഉണ്ട്. അപ്പം വർത്താനമൊക്കെ പറഞ്ഞാണ് നമ്മളിതൊക്കെ സെറ്റപ്പ് ആക്കണത്. അതിനിടയിൽ പാട്ടൊക്കെ വെച്ചിട്ടുണ്ട്. എല്ലാവരും ഫുൾ പവർ ആയിരുന്നു. കാരണം പിറ്റേ ദിവസം എല്ലാവരും ആർക്കും തന്നെ അങ്ങനെ ഷിഫ്റ്റ് ഒന്നുമില്ല, ഉള്ളതൊക്കെ നമ്മൾ ഓഫൊക്കെ വിളിച്ച് അപ്പോൾ നമ്മൾ ഫുൾ ഓൺ ആക്കാനുള്ള പരിപാടിയായിരുന്നു. അപ്പോൾ സ്റ്റാർട്ടറായിട്ട് നമ്മൾ മുട്ട പൊരിച്ചു. അങ്ങനെ മുട്ട പൊരിച്ച് എല്ലാവരും ഒരു എനർജി വേണമല്ലോ, കാരണം എല്ലാവർക്കും നന്നായിട്ട് വിശക്കുന്നുണ്ടായിരുന്നു. എല്ലാവരും വൈകുന്നേരം തൊട്ടേ പട്ടിണിയാണ് ഇത് കഴിക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ നമ്മൾ പതുക്കെ സ്റ്റാർട്ട് ചെയ്തത് മുട്ട പൊരിച്ചിട്ടാണ്. അത് കഴിഞ്ഞിട്ട് പിന്നെ നമ്മളത് ബീഫും കപ്പയൊക്കെ റെഡിയാക്കാനുള്ള പരിപാടികൾ സ്റ്റാർട്ട് ചെയ്തു. അപ്പം കുക്കിംഗ് എക്സ്പേർട്സ് ആയിട്ടുള്ളവരൊക്കെ അവിടെ കിടന്ന് കുക്ക് ചെയ്യുന്നു. നമ്മൾ വേറെ പരിപാടി ഇല്ലാത്തവരൊക്കെ അവിടെ കിടന്ന് ഭയങ്കര ഡാൻസും മേളം ബഹളമൊക്കെ ആയിരുന്നു. കാരണം അവർ വോളണ്ടിയർലി കപ്പയും ഒക്കെ ഉണ്ടാക്കാൻ നന്നായിട്ട് അറിയുന്നവർ അങ്ങോട്ട് ഏറ്റെടുത്ത് കഴിഞ്ഞപ്പോൾ നമുക്ക് വേറെ പണിയൊന്നുമില്ലല്ലോ. പിന്നെ പാട്ട് വയ്ക്കുക, ഡാൻസ് കളിക്കുക, ഓളം വയ്ക്കുക, അവരൊക്കെ എന്തെങ്കിലും സഹായങ്ങൾ വേണമെങ്കിൽ അത് ചെയ്തു കൊടുക്കുക. ഇതാണല്ലോ നമ്മുടെ പരിപാടികൾ. അപ്പോൾ നമ്മൾ ഒരു മായവും ഇല്ലാതെ കിടന്ന് തുള്ളിക്കൊണ്ടിരിക്കുകയാണ്. നമുക്ക് ഇങ്ങനെ ഫ്രണ്ട്സൊക്കെ കൂടുമ്പം നമുക്ക് എപ്പോഴും അങ്ങനെ കൂടാൻ പറ്റില്ലല്ലോ, വല്ലപ്പോഴല്ലേ കൂടുള്ളൂ. അപ്പോൾ അങ്ങനെ കൂടുമ്പോൾ ഉള്ളൊരു ഓളം വെപ്പായിരുന്നു. അത് കഴിഞ്ഞിട്ട് എൻ്റെ വക പട്ടിഷോയുണ്ട്, പൊറോട്ട അടിക്കൽ. നല്ല ചൂടായിട്ടുള്ള പൊറോട്ടയിൽ കൈയിട്ടിട്ട് നല്ലതായിട്ട് പൊള്ളിയായിരുന്നു. പിന്നെ അത് കഴിഞ്ഞിട്ട് നമ്മളിതേ ഫുഡൊക്കെ വിളമ്പി, കപ്പയും ബീഫും പൊറോട്ടയും പിന്നെ വെജ് കോർമയും കറികളും എല്ലാം ഉണ്ടായിരുന്നു. അപ്പോൾ എല്ലാവരും കൂടെ കഥ പറഞ്ഞിരുന്നിട്ടാണ് നമ്മൾ ഫുഡ് കഴിക്കുന്നത്. ഭയങ്കരമായിട്ട് വർത്താനം പറഞ്ഞു, ഒത്തിരി വർത്താനം പറഞ്ഞു. രാത്രി ഫുള്ളന്ന് വർത്താനം പറച്ചിലായിരുന്നു. അത് കഴിഞ്ഞിട്ട് പിന്നെ ഞങ്ങൾ ഡാൻസും കൂത്തും തുടങ്ങി. ഫുഡ് അടി കഴിഞ്ഞിട്ട് ദഹിക്കണമല്ലോ, ഇത് ഉള്ളിലോട്ട് പോകണമല്ലോ. പക്ഷേ ഉള്ളിലോട്ട് പോയതൊക്കെ ദഹിച്ച് സെറ്റാവണമല്ലോ, അതിന് വേണ്ടി നമ്മൾക്ക് ഡാൻസും കൂത്തും പാതിരാത്രി വരെ ഡാൻസ് ബഹളമൊക്കെ ആയിരുന്നു. വേറെ പരിപാടികളൊന്നുമില്ല, ഡാൻസ് മേളം വർത്താനം പറച്ചിൽ ഫുഡ് അടി, ഡാൻസ് മേളം വർത്താനം പറച്ചിൽ ഫുഡ് അടി, അങ്ങനെയൊക്കെ ആയിരുന്നു. അത് കഴിഞ്ഞ് പാതിരാത്രി ആയപ്പോൾ എല്ലാവരും വീട്ടിൽ പോയി ഗൈസ്.